ജിമ്മി സാറേ നേതാവേ, ജിമ്മി സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ കലേഷ് നമ്മുടെ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അച്ഛൻ 3 തവണ നോമിനേഷൻ കൊടുക്കുമ്പോഴും ഉദയേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഉദയേട്ടൻ അനുഗ്രഹിക്കണം. കൊടുക്കുക സർ. 30,000 രൂപയും കല്യാണ മോതിരം BSA സൈക്കിളും, അതാണ് ആകെയുള്ള സമ്പാദ്യം അല്ലേ? ഇപ്പൊ താമസിക്കുന്ന വീട് നിങ്ങളുടെയാണെന്നും ബിനാമിയാണെന്നും ഒക്കെ വർത്താനമുണ്ട്. 3-4 കവർ റിബണും കത്രിയും കൂടെ ഉണ്ട്, അതുകൊണ്ട് എഴുതണോ? ഓ വേണ്ടേ. വൈഫിന്റെ പേരെന്താ? ചിത്ര. പാടുവോ? ഇല്ല. കലേഷ് സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ആനയാണ്. ഞാനൊട്ടിയാറില്ല. ആശാനെ എന്താടാ ഇതാ ഫീസ്. ആദ്യമായിട്ടാണ് എനിക്ക് ഒരാൾ ഫീസ് തന്നത്. അതേ, ഫിലീറ്റിന്റെ ഉള്ളിൽ കൂടിയാണെങ്കിൽ ഒരുപാട് നേരം സൂര്യനെ നോക്കിയാ കണ്ണു പൂട്ടോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ആവുമ്പോ കിളിക്ക് വെയിലടിക്കൂല. ഇന്നാളെ എറണാകുളത്ത് എക്സിബിഷൻ വന്നൊരു സായിപ്പ് പറഞ്ഞതാ, ഇല്ല അമേരിക്കയിലെങ്ങാണ്ട് സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കാഴ്ച ബംഗ്ലാവ് ഉണ്ട് അത്രേ. അത് തുടങ്ങിയിട്ട് 100 കൊല്ലായിന്ന്. നീ വലുതാവുമ്പോ അവിടെ പോണട്ടോ. ഇപ്പൊ നീ വീട്ടിൽ പോകാൻ നോക്കണ ഇറക്കാ. ഞാൻ പോവില്ല. നിന്റെ മമ്മിയോ ഡാഡിയോ ഒന്ന് എന്നെ വഴക്കുറയൂട്ടോ. വഴക്കൊന്നും പറയല്ലേ. എന്തേ? അവരെല്ലാവരും പാഷാള് ബുക്ക് ചെയ്യാനായിട്ട് പള്ളിയിൽ പോയേക്കുവാ. എന്താ ഇങ്ങൊന്ന് ഈ പാല് കുടിച്ചിട്ട് പോ. ഇങ്ങോട്ട് വാ. ഈ മതിലെടുത്ത് ചാടി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? മോനിങ് വാ. ഇല്ല. മോന്റെ ഡാഡി വരുമ്പോഴേ ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് വിളിച്ചു പറയും. അതെ, ഇനി എന്റെ പേരിൽ നീ ഉള്ള തല്ല് മേടിച്ചു കൂട്ടണ്ട. അതിന് കൊടുന്നേ, ഞാൻ കൊടുത്തോളാം. കപ്പങ്ങ് വേഗം തരണം. ഒന്ന് ഊതിക്കേ. ഒന്ന് പോയടോ. കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. വന്നേ, 2 അടിച്ചിട്ടില്ലേ? ഇല്ല, കപ്പ അവനെ കൊടുത്തുവിട്ടാ മതി. അതെ, നീ വന്നേ. ഈ കള്ളു കുടിക്കണ കാര്യം ഞാൻ എബ്രാം സാറിനോട് പറഞ്ഞു കൊടുക്കട്ടെ. എനിക്കിത് കിട്ടണം. തന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരാതി കടലാസിലേ ഒപ്പിടാത്ത ഒരേ ഒരാള് ഞാനാ. മേലം തുടങ്ങിയ സമയം കിട്ടണില്ല. മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തനിക്കു നേരിട്ട പീഡന ആരോപണങ്ങളിൽ നിന്നും അതിസാഹസികനായി മുക്തനായ ബാദുഷ മൊബൈൽ ഫോൺ അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശങ്ങൾ. ആഹാ, അപ്പൊ ഡാഡി മേടിച്ചു വെച്ചേക്കണ സാധനം ഷാമ്പൂവിന്റെ കുപ്പിക്കകത്താക്കി ഗ്യാസ് അടുപ്പിന്റെ പുറകെ കൊണ്ട് വെക്കല്ലേ? ഇത് മമ്മിക്ക് അറിയാമോ? മമ്മിക്കറിയാം, പക്ഷെ മിണ്ടൂല. അതെന്താ? കള്ളൊടിച്ച് പൂസായ ആന്റി ഒരു ദിവസം 3 തവണ തറ ഉടക്കി. ഒരു തത്തയ്ക്ക് എന്താ വില? വില പറയാൻ മടിക്കണ്ട. അല്ല, ഈ കടയിലുള്ള ആളല്ലേ? അതെ. എന്നാ പറ, ഒരു തത്തയ്ക്ക് എന്താ വിലയെന്ന്? അതിപ്പോ നാടൻ തത്തയാണെങ്കി അതിനിപ്പോ വളർത്താനും കൂട്ടിലിടാനും പാടില്ല. ഇതിനെന്താ വില? അത് കോക്കട്ടെ. അത് ഒറ്റയ്ക്കാണോ അല്ല പേരാണെങ്കിൽ? അല്ല, ഇതിനെന്താ വില? ഇത് ലോറി. ഇതിനൊരാള് പറഞ്ഞു വെച്ചേക്കണതാ. ഇതിനൊക്കെ എന്താ വില? ഇത് ഓസ്ട്രേലിയക്കാരനാ. ഇതിപ്പോ ഒറ്റയ്ക്കെടുക്കുമ്പോ ഇതിനെന്താ വില? ആറിങ്ങനെ വില ചോദിച്ചോണ്ടിരുന്ന എങ്ങനെയാന്ന്? ഇതിപ്പോ ഏതാ വേണ്ടത്? ഓടിപ്പോയി തന്റെ മകനാണോ? അല്ല. എന്താ? എന്റെ മകന്റെ ഒരു ആഗ്രഹം സാധിക്കാനാണ് ഞാൻ വന്നത്. അതിനൊരു തത്ത വേണം. ഇത് മെക്കാവാ? അത് എനിക്കറിയില്ല. ഇതാണെന്നാ തോന്നുന്നേ. ഇതാ എന്റെ മോൻ. ഈ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണോ തത്തയെ മേടിച്ചു കൊടുക്കണേ? എന്ത് വില വരും? 1.5 ലക്ഷം രൂപ വരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. സാർ എന്താണാവോ ആലോചിക്കുന്നത്? ഇതിപ്പോ
ഫ്ലെക്സ് എത്ര അടിച്ചു? 350. ഓഹോ, അപ്പൊ പോസ്റ്ററോ? 3000. പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ 12,000 പുറത്തൊട്ടിച്ചിട്ടുണ്ട്. അതിൽ ഫോട്ടോ അത്ര പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രായ്ക്ക് രാമാനം ശിവകാശിയിൽ പോയി ഇതൊക്കെ ചെയ്യിച്ചു കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് സാറേ? ഫോട്ടോ കണ്ടിട്ട് സിനിമാ നടനാണെന്ന് എന്നോട് ചോദിച്ചത്. അഡ്വക്കറ്റാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണുള്ളിപ്പോയി. എന്താ ഈ അസ്വ 2 കുത്ത്? ഇതിപ്പോ അയ്യോ, നമുക്കൊന്ന് മാറ്റി ഒട്ടിച്ചാലോടാ. അല്ല ഡായല്ല, നമുക്ക് സ്വാ മാറ്റിയിട്ട് ഡാ പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ആ ഡാ എടുത്ത് സാറിന്റെ ഫോട്ടോന്റെ അടിയിലിടാം, അല്ലെങ്കിൽ ഡായുടെ കൂടി ഇടാം. എവിടെ ഇടോന്ന് സാർ പറഞ്ഞു തന്നാ മതി. എവിടെയെങ്കിലും ഇട്, എന്നിട്ട് പ്രചാരണം ഒന്ന് ശക്തിപ്പെടുത്ത്. ഫോട്ടോ ഓക്കെയാ, അല്ലെങ്കിൽ ഗ്ലാമർ ഒരു പ്രശ്നമായേനെ. ഇതെന്താ സൗന്ദര്യ മത്സരോ? സർ അങ്ങനെ പറയരുത്. ഇവിടെ നിഷ്പക്ഷരായ കുറച്ച് സ്ത്രീകളുണ്ട്. അവർക്ക് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല. സ്ഥാനാർത്ഥികളോട് പെണ്ണുങ്ങൾക്ക് തോന്നേണ്ടത് ഒരുതരം പ്രേമമാണ്. അതെ, ഹെൽമറ്റും ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചാ ലഡ്ഡു പോലെ ഇരിക്കും. സാറേ, അത് മാത്രമല്ല, ഈ ഫോട്ടോടൊന്നും കാര്യമില്ല. നമുക്ക് ഈ പെണ്ണുങ്ങളെ പിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നീയൊക്കെ പിടിച്ചതിന്റെ കേസ് തന്നെ ആദ്യം ഒന്ന് തീരട്ടെ. വലിയ സദാചാരക്കാരൻ. ട്രെൻഡ് നമുക്ക് അനുകൂലമാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണം. അതിനൂതനവും ഇതുവരെ ആരും തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രചരണ തന്ത്രം പറയട്ടെ. പറ. സാറിന്റെ പേരും ചിഹ്നം ഉപയോഗിച്ച് നമുക്കൊരു പാരഡി അങ്ങ് ചെയ്യാലോ? കൊള്ളാം, താങ്ക് യു. നല്ല ഫ്രഷ് ഐഡിയ. ആരിവിടെ UP സ്കൂളിനു കമ്പ്യൂട്ടർ കൊടുത്തു? ആരിവിടെ വെയിറ്റിംഗ് ഷെഡിനു ടൈൽസ് വിരിച്ചു? ആരിവിടെ നേത്ര ചികിത്സ ക്യാമ്പു നടത്തി? ഒരു ടേക്ക് പോയാലോ? നന്നായിരിക്കും. ഓക്കെ സാറേ, ആ താളം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെയാണ്, എന്നാലും ടച്ചൊക്കെ വിട്ടിട്ട് കുറെ കാലമായില്ലേ? അതാ. നോക്കാം. എടുത്തോളൂ. ആരാ? അയ്യോ, ഉദയൻ PA. ഇപ്പൊ ഉദയേട്ടോ. കലേഷേ, ഇവിടെ ഒരു ആനയ്ക്ക് മറം പൊട്ടിയിരിക്കുക. അതെ, ഈ അവസരം നമുക്ക് മുതലാക്കണം. എങ്ങനെ? ഈ മതം പൊത്തിയ ആന അവന് പ്രചരണത്തിന് വന്നതാണെന്ന് പറഞ്ഞ് പരത്തണം. ഇതാവുമ്പോ 2GB റാമും 64 ബിറ്റ് പ്രോസസറും പിന്നെ 16GB ഇന്റർണൽ മെമ്മറി ഉണ്ട്. 10 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാം, കൂടെ ഫ്രീ ആയിട്ടൊരു സെൽഫി സ്റ്റിക്കും. എവിടെ വരെ എത്തി? ആന ഇടഞ്ഞത് ആ ജിമ്മി നമ്മളെ തന്നെ കെട്ടി വെക്കാൻ നോക്കുക. സാറിന്റെ ചിഹ്നമല്ലേ ചിഹ്നം വിളിക്കുന്നത്. വേഗം ഇങ്ങോട്ട് വാ. സാറേ, ഫയർഫോഴ്സിനെ വിളിച്ചാ പോരെ? നമ്മൾ അങ്ങോട്ട് പോണോ? ഞാൻ പോയേ പറ്റൂ. എടാ, നീ ഒന്ന് വേഗം ചവിട്ടി വിട്ടേ. ആന്ധ്രാപ്രദേശിൽ എവിടെ ഇലക്ഷൻ മാറ്റി വെച്ചത്? സ്ഥാനാർത്ഥിനെ ആന ചവിട്ടി കൊന്നിട്ടാ. നീ വേണ സ്പീഡ് അല്പം കുറച്ചോ.